എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് പോളുകൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നറിയണം, അതുപോലെ തന്നെ റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതും അറിയണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുമ്പുള്ള രണ്ട് വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറ്റ് രണ്ട് വീഡിയോകൾ കണ്ട ശേഷം ഇതിലേക്ക് വരിക. ഇത് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ മൂന്നാമത്തെ വീഡിയോയാണ്. അപ്പോൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു ഫോർമുല അറിഞ്ഞിരിക്കണം. ഫോർമുല എന്ന് പറയുമ്പോൾ വലിയ എഴുത്തൊന്നുമില്ല, സിമ്പിളായിട്ടൊരു കാര്യമാണ്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. ഇതാണ് നമ്മുടെ ഫോർമുല. സോ ഇതിന് നമ്മൾ കോഷി ഇൻ്റഗ്രൽ ഫോർമുല എന്നാണ് സാധാരണ പറയുന്നത്. എന്താണ് കോഷി ഇൻ്റഗ്രൽ ഫോർമുല? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ്റഗ്രൽ ഇ റൈസ് ടു ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഇസഡ് മൈനസ് ഐ ഈസ് ഈക്വൽ ടു 4. അതായത് നമ്മുടെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന കോണ്ടൂറിനെയാണ് ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട റീജിയൻ. അപ്പോൾ ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട് ഇതിന്. ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു ആർ. ഈ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് സെൻറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. സെൻറ്റർ, ഇത് റേഡിയസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ് വൈ ആക്സിസുകൾ പ്ലോട്ട് ചെയ്യാം. അതാണ് എക്സ് വൈ ആക്സിസ്, എക്സ് വൈ. 1 2 3 4 1 2 3 4 1 2 3 4 4 കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഐ ആണ് നമ്മുടെ സെൻറ്റർ. സോ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്നാണ് കോംപ്ലക്സ് നമ്പറുകളെ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് വൈ ആക്സിൽ വരുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ ഐ ഒരു യൂണിറ്റിൽ വരുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഐയിൽ വരുന്നൊരു സിമ്പിൾ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റാണ്. റേഡിയസ് എത്രയാണ്? 4 ആണ് റേഡിയസ്. അപ്പോൾ ഐ നിന്നുകൊണ്ട് 4 റേഡിയസിലുള്ള സർക്കിളാണ് നമ്മുടെ കോണ്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ 4 റേഡിയസ് എന്ന് പറയുമ്പോൾ 1 2 3 4 ഇവിടെ 5 വരെ വരും. ഇവിടെ ആണെങ്കിൽ 1 2 3 4 ഇവിടം വരെ വരും. ഇവിടം വരെ 1 2 3 4 5 ഇവിടം വരെ വരും. ഇങ്ങോട്ടും 5 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് നമ്മുടെ സർക്കിൾ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളുകൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 ഓർ ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -1. സോ ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. ദാറ്റ് ഈസ് പ്ലസ് ഐയും വരാം മൈനസ് ഐയും വരാം. അപ്പോൾ പ്ലസ് ഐയും മൈനസ് ഐയും നമ്മൾക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കോണ്ടൂറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഐ എന്ന് പറയുന്നത് ഈ കോണ്ടൂറിൻ്റെ ഉള്ളിൽ വരുന്നൊരു റീജിയനാണ്. സോ ഇസഡ് ഈസ് ഈക്വൽ പ്ലസ് ഐ കോണ്ടൂറിൻ്റെ ഉള്ളിൽ വരും, കാരണം ഐ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് പറയുമ്പോൾ മൈനസ് വൈയിലാണ് വരേണ്ടത്, ഒരു യൂണിറ്റ് അകലെ. അപ്പോൾ ഇവിടെ വരണം. സോ ഇവിടെയുണ്ട്. സോ ബോത്ത് ആർ ഇൻസൈഡ് ദി കോണ്ടൂർ. സോ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിൻ്റെയും റെസിഡ്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇ റൈസ് ടു ഇസഡ് ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് 2z. എന്നിട്ട് എന്ത് ചെയ്യുക? ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോമ അടുത്തതാണെങ്കിലും ഇ റൈസ് ടു ഇസഡ് ഡിവൈഡഡ് ബൈ 2z. എന്നിട്ട് എന്ത് ചെയ്യുക? ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. താഴത്തിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, ഫംഗ്ഷൻ്റെ താഴത്തിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത്. സോ ഇസഡ് ഈസ് ഈക്വൽ ടു ഐ ഇട്ട് കൊടുക്കുക. സോ ഇ റൈസ് ടു ഐ ഡിവൈഡഡ് ബൈ 2i, കോമ ഇ റൈസ് ടു മൈനസ് ഐ ഡിവൈഡഡ് ബൈ -2i.
ഓക്കെ, ഇതൊരു റെസിഡ്യൂ ആണ്, ഇതും ഒരു റെസിഡ്യൂ ആണ്. അപ്പോൾ നമ്മുടെ തിയറം എന്താ? ഇൻ്റഗ്രൽ ഇ റേസ് ടു ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡി ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്? 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. ഇതാണ് നമ്മുടെ തിയറം. അപ്പോൾ 2πi ഇൻറ്റു സം ഓഫ് ദി റെസിഡ്യൂസ്. സോ ഇത് രണ്ടും കൂടി കൂട്ടുക. ഇ റേസ് ടു ഐ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഡിവൈഡ് ബൈ 2i. സോ ഇതിൻ്റെ ഒരു മൈനസ് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് നമുക്ക് സൈൻ, ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? sin 1 എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു sin 1. സോ ഇതാണ് നമ്മുടെ ആൻസർ. അതെങ്ങനെയാണ് ഇതിന് പകരം sin 1 എന്ന് എഴുതുന്നത്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 2i എന്നാണ്. ഇവിടെ തീറ്റ 1 ആണ്. സോ ഇ റേസ് ടു 1i മൈനസ് ഇ റേസ് ടു മൈനസ് 1i ഡിവൈഡഡ് ബൈ 2i. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക sin 1. ഇതാണ് നമ്മുടെ ഉത്തരം. സോ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഇ റേസ് ടു 2z ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 dz വേർ മോഡ് z ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോണ്ടൂർ എവിടെയാണെന്ന് ഡിഫൈൻ ചെയ്യാം. ജനറൽ ഫോർമാറ്റ് എന്താ? മോഡ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു r എന്നാണ് ജനറൽ ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ ഇസഡ് മൈനസ് 0 ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതാമല്ലോ. കാരണം ഇവിടെ പോയിന്റ് പറഞ്ഞിട്ടില്ല, അപ്പോൾ അതിനെ 0 എന്ന് എടുക്കാം. സോ ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സെൻറ്ററിൽ വെച്ചുകൊണ്ട് 3 റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അതാണ് നമ്മുടെ കോണ്ടൂർ. ഇവിടെ 3 മൈനസ് 3 3 മൈനസ് 3 ഈ രണ്ട് കാര്യങ്ങളാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുത്തുകൊണ്ട് പോളുകൾ കണ്ടുപിടിക്കുക. സോ ഇസഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. സോ ഇസഡ് ഈസ് ഈക്വൽ ടു 1, 2 ആർ ദ പോൾസ്. ഇസഡ് ഈസ് ഈക്വൽ ടു 1 ഉം 2 എന്താണ്? പോളുകളാണ്. സോ 1 എവിടെ വരും? 1 ഈ പോയിന്റ് വരും. 2 എന്ന് പറയുന്നത് ഇവിടെയും വരും. സോ 1 ഉം 2 ഉം ഇൻസൈഡ് ദി കോണ്ടൂറാണ്. സോ അതുകൊണ്ട് രണ്ടിൻ്റെയും റെസിഡ്യൂ കണ്ടുപിടിക്കണം, രണ്ടിൻ്റെയും സം എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇസഡ് ഈസ് ഈക്വൽ ടു 1 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 1 ഇല്ലാത്ത ടേമിനെ എഴുതിയിട്ട് അതിൻ്റെ അകത്തേക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇ റേസ് ടു 2z ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 2 അറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 ഇതാണ്. അതിനെ ഒഴിവാക്കുക, കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ 0 ആയി പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 is equal to e raised to 2 divided by minus 1. That is equal to minus e square. Equal to minus e square. No. ഇനി എന്ത് ചെയ്യുക? z is equal to 2 കൊടുക്കുന്ന പോയിന്റ്. സോ e raised to 2z divided by z minus 1 at z is equal to 2 is equal to e raised to 2 into 2 divided by 2 minus 1 is equal to e raised to 4 divided by 1. That is equal to e raised to 4. അല്ലേ? അത് രണ്ടും കിട്ടി. അപ്പോൾ നമ്മുടെ തിയറി എന്താ? ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഇ റേസ് ടു 4. അടുത്തതെന്ന് പറയുന്നത് ഇത് മൈനസ് ആണ്, അത് മൈനസ് ഇ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ഫോർം. 2πi ഇൻറ്റു ഇ റേസ് ടു 4 മൈനസ് ഇ സ്ക്വയർ. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഇ റേസ് ടു പൈ ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡി ഇസഡ് വെയർ ഇസഡ് മൈനസ് ഐ ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ കോണ്ടൂർ ഡിഫൈൻ ചെയ്യണം. സോ നമ്മുടെ കോണ്ടൂർ ഇസഡ് മൈനസ് ഇസഡ് നോട്ടാണ്. സോ ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഐ ആണ്, പ്ലസ് ഐ ആണ്. സോ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്നാണ് ഇസ് ഈക്വൽ ടു ആർ. സോ ഇസഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് ഐ ആണ്. സോ ഐ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഐ ഇസഡ് പ്ലസ് എക്സ് പ്ലസ് ഐ വൈ ആണ്. സോ വൈ കോർഡിനേറ്റിൽ 1 ആണ് ഐ എന്ന് പറയുന്നത്. സോ റേഡിയസ് എത്രയാണ്? 1 റേഡിയസ്. സോ അപ്പോൾ ഇവിടെ ഇത് 1 ആണെങ്കിൽ
ഇത് 2. സോ ഇത് 0. സോ ഇതാണ് നമ്മുടെ കോണ്ടൂർ. ഓക്കെ. സോ പോൾ കണ്ടുപിടിക്കുക. ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -1. സോ ഇസഡ് ഈസ് ഈക്വൽ ടു +i ഓർ -i. ഇവർ ശ്രദ്ധിക്കുക, -iനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. -i ഇതാണ് -i. ഇവിടെ +iയും വരും. അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, -i എന്ന് പറയുന്ന പോയിൻ്റ് എങ്ങനെയാണ്? ഔട്ട്സൈഡ് ദി കോണ്ടൂറാണ്. ഔട്ട്സൈഡ് ദി കോണ്ടൂർ. സോ -iക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ഏത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി? +iയുടെ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അത് മാത്രം ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഡെറിവേറ്റീവ് എടുക്കുക. e⁻πz ഡിവൈഡഡ് ബൈ 2z അറ്റ് z ഈസ് ഈക്വൽ ടു i ഈക്വൽ ടു e⁻πi ഡിവൈഡഡ് ബൈ 2i എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ f(z) dz ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. സോ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് e⁻πi ഡിവൈഡഡ് ബൈ 2i. 2iയും 2iയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? പൈ e⁻πi ആൻഡ് ദിസ് ഈസ് ദി ആൻസർ. പൈ e⁻πi ഈസ് ദി ആൻസർ. നെക്സ്റ്റ് question, integral e⁻z e⁻1/z dz where mod z is equal to 1. ഓക്കെ. സോ ഇത് നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് റെസിഡ്യൂസ് കണ്ടുപിടിക്കാം. റെസിഡ്യൂസ് അല്ലെങ്കിൽ സിംഗുലർ പോയിന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പോൾ ഇസഡ് സ്ക്വയർ e⁻x എക്സ്പാൻഷൻ നമുക്കറിയാം. 1 + x + x²/2 ഫാക്ടോറിയൽ + x³ 3 എക്സെട്ര. സോ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1/z ആണ്. സോ ഇസഡ് സ്ക്വയറിനെ പുറത്ത് നിർത്തുക, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. സോ 1 + 1/z + 1/z² × 2 ഫാക്ടോറിയൽ plus 1/z³ into 3 factorial plus 1/z⁴ into 4 factorial etc. z സ്ക്വയറിനെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ z² പ്ലസ് z²/z പ്ലസ് z²/z² 2 ഫാക്ടോറിയൽ പ്ലസ് z²/3 ഫാക്ടോറിയൽ z³ പ്ലസ് z² ഡിവൈഡഡ് ബൈ z⁴ into 4 ഫാക്ടോറിയൽ എക്സെട്ര. സോ ഈ ഒരു സ്ക്വയർ ഇതും പോവും, രണ്ടും ക്യാൻസലായി പോകും. സോ ഈ സ്ക്വയറും ഇതും ക്യാൻസലായി പോകും. സോ ഇത് 2 ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു z സ്ക്വയർ പ്ലസ് z പ്ലസ് 1/2 പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു z പ്ലസ് 1/z² ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം 1/3 ഫാക്ടോറിയലാണ്. ഇവിടെ ഒരു z ഉണ്ട്. ഇസഡിൻ്റെ 1/z കോഎഫിഷ്യൻ്റ് എന്താണോ അതാണ് നമ്മുടെ റെസിഡ്യൂ ആയിട്ട് നമ്മൾ എഴുതുന്നത്. 1/z കോഎഫിഷ്യൻ്റ്. അപ്പോൾ റെസിഡ്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് മോഡുലസ് ഓഫ് 1/z. സോ ഇവിടെ എത്രയാണ്? 1/3 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 2 × 3 ഈസ് ഈക്വൽ ടു 1/6. ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ f(z) dz ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു 1/6. ഇത് ക്യാൻസൽ ചെയ്യാം. ബാക്കി πi/3 നടത്തണം. അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമാറ്റ് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫോർമാറ്റ് എന്താണ്? എക്സ്പാൻഡ് ചെയ്യുന്ന ടേമുകൾ, ഇപ്പോൾ സൈൻ ഇസഡ്, കോസ് ഇസഡ്, e⁻z ഇങ്ങനെയുള്ള എക്സ്പാൻഡ് ചെയ്യുന്ന ടേമുകളാണെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്ത ശേഷം 1/z കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ കോഎഫിഷ്യൻറ്റിനാണ് റെസിഡ്യൂ എന്ന് പറയുന്നത്.
ഇനി എക്സ്പാൻഡ് ചെയ്ത ശേഷം 1/z ടേം ഇല്ല എങ്കിൽ നമ്മുടെ റെസിഡ്യൂ ഈസ് ഈക്വൽ ടു 0 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ.